നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ മനസ്സിലെ നന്മ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ഈ വ്യക്തി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി വളരെ മനോഹരമായാണ് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ പരിശ്രമത്തെയും അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു നന്മ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരേപോലെ തന്നെയാണ്, ഒരേപോലെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആത്മാർത്ഥ സ്നേഹം തേടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ നന്മ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ എന്തൊക്കെ പ്രയത്നങ്ങൾ നടത്തുവാൻ സാധിക്കുന്നുവോ അതെല്ലാം നടത്തുവാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മാത്രമായിരുന്നു ശരി എന്നുള്ള സത്യമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധവും നന്മ നിറഞ്ഞതുമായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രം നിങ്ങളുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചാൽ മതി. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഇത് മാത്രമാണ് ഈ വ്യക്തിക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി വളരെ പോസിറ്റീവായി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോടുള്ള സമീപനം വളരെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആർക്കേഞ്ചൽ സാറ്റ്കിയൽ എന്ന് പറയുന്ന ഒരു മാലാഖയുടെ സാന്നിധ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ കമ്പാഷൻ, സ്വാതന്ത്ര്യം, അതുപോലെ ഫോർഗീവ്നെസ്, അതായത് ക്ഷമിക്കുക, പൊറുക്കുക, ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ പലതരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള എനർജികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ്. നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിലെല്ലാം തന്നെ വിജയം കൊണ്ടുവരാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മേഖലകളിലെല്ലാം വിജയം കൈവരിക്കട്ടെ എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ പ്രാർത്ഥനയും. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടോ? അത് മാത്രം ഈ വ്യക്തിക്ക് അറിഞ്ഞാൽ മതി. അത് അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ആ ഒരു സാഹചര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ജീവിതം. അതിൽ ഒരുപാട് ഫോർഗീവ്നെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, തെറ്റുകൾ പൊറുക്കേണ്ടതായിട്ടുണ്ട്, മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, ശത്രുക്കളെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രണയ ജീവിതത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു പടി ഉയരത്തിലേക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പുറത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതായത് പൊറുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അന്നും ഇന്നും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ വിശ്വാസമുണ്ട്. കാരണം എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഉണ്ടെങ്കിൽ പോലും അവിടെ വിശ്വാസമുള്ളത് കൊണ്ടും പരസ്പരം കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയും നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടും ഇത് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവത്തോടെ ഈ വ്യക്തി നിങ്ങളുമായി പുതിയൊരു തുടക്കം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു സന്തോഷ വാർത്തയാണ്. സദാസമയവും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്.
ഇവിടെ മാലാഖമാർ പറയുന്നത് സക്സസ് ആണ്. ഇപ്പൊ വിജയം എന്ന് പറയുന്നത് പല മേഖലകളിലും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഒരു വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഈ വ്യക്തിക്ക് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിജയമാണ്. എല്ലാ മേഖലകളിലും വിജയമായി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കാൻ മാത്രമേ ചില സമയങ്ങളിൽ നേരമുള്ളൂ. കാരണം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം എന്നെന്നും മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിവിടെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാൻ പറ്റാത്ത ചില മോശപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. പോസിറ്റീവായി ജീവിക്കണമെന്നും ചിന്തിക്കണമെന്നും ഒരു മനുഷ്യൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ മാത്രം പോസിറ്റീവായി മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന് ചുറ്റിനുമുള്ള എനർജികൾ കൂടി തീരുമാനിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ പലപ്പോഴും ഇതിൽ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നെഗറ്റീവ് ആവുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള എനർജികൾ വന്ന് അവിടെ നല്ല രീതിയിൽ തന്നെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അത്തരം എനർജികളെല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാറിപ്പോവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രയത്നവും മാനിഫെസ്റ്റേഷനും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ശക്തിയുടെ ഫലമായിട്ട് അത്തരം പോസിറ്റീവ് എനർജി ഇത്തരം നെഗറ്റീവ് എനർജികളെ തോൽപ്പിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുറച്ചധികം നാള് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ്. ആ ഒരു ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുവാനും ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. പക്ഷെ ഇവിടെ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെയും പരിഗണിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തീരുമാനം, അവരുടെ അഭിപ്രായം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടല്ല, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനോടകം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അകന്നു പോയിട്ടുണ്ടാകാം. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിശ്വാസം കൊണ്ടുവരാനും ചിന്തകൾ കൊണ്ടുവരാനും ഒക്കെയും ഈ വ്യക്തി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പുതിയ കണ്ടുപിടിക്കുന്ന രീതികളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. തന്റെ തെറ്റുകൾ എന്താണെന്നും താൻ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നും എന്തൊക്കെ പുതുമകളാണ് കൊണ്ടുവരേണ്ടതെന്നും എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും ഒക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. പുതിയ മാറ്റങ്ങളുമായി ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായനകൾ നിർത്തുകയാണ്. ഇവിടെ വളരെയധികം അതിശക്തമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കലും മനസ്സിന് മടുപ്പ് വരാത്ത രീതിയിലുള്ള പരിശ്രമങ്ങൾ അതെന്നും എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ ഒരു നാൾ വിജയവും ഉണ്ടാകും. ഏഞ്ചൽസ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.